Dear students, welcome to Botany online class. In the previous class, we had learned about the classification of algae. Today, we are going to learn about the next group of plants, that is bryophytes. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽഗയുടെ ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ അടുത്ത ഗ്രൂപ്പ്, അതായത് ബ്രയോഫൈറ്റ്സ്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, കിങ്ഡം പ്ലാന്റ്, അതിന് ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പോംസ് ആൻഡ് ആൻജിയോസ്പോംസ്, ഇങ്ങനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ ആദ്യം ആൽഗെ കഴിഞ്ഞു, ഇനി അടുത്ത രണ്ടാമത്തെ ഗ്രൂപ്പായ ബ്രയോഫൈറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. The bryophytes are found in moist, shady places. That is, they usually occur in damp, humid and shaded localities. എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തണലുള്ള സ്ഥലങ്ങളിൽ ആണിത് കാണപ്പെടുന്നത്. Bryophytes are called amphibians of the plant kingdom because they require water for sexual reproduction. ഇനി ബ്രയോഫൈറ്റ്സിനെ സാധാരണ വിളിക്കുന്നത് ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം. ആംഫീബിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഉഭയജീവി എന്നാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ്. നമ്മൾ തവളയെക്കുറിച്ച് കേട്ടിട്ടില്ലേ, കരയിലും വെള്ളത്തിലും വസിക്കുന്നത് കൊണ്ടാണ് അതിനെ ഉഭയജീവി എന്ന് വിളിക്കുന്നത്. അതുപോലെ ഇവിടെ ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ്. അതിനെ ആംഫീബിയൻസ് ഓഫ് ദ പ്ലാന്റ് കിങ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ബിക്കോസ് ദീസ് പ്ലാന്റ്സ് ക്യാൻ ലീവ് ഇൻ സോയിൽ ബട്ട് ആർ ഡിപ്പെൻഡ് ഓൺ വാട്ടർ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. കരയിൽ അല്ലെങ്കിൽ മണ്ണിൽ വളരും, പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷന് എന്താവശ്യമാണ്? വെള്ളം ആവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രയോഫൈറ്റ്സ് ആർ കാൾഡ് amphibians of the plant kingdom because these plants can live in soil but are depend on water for sexual reproduction. ഇനി പ്ലാന്റ് ബോഡിയെ കുറിച്ചാണ്. The plant body of bryophytes is more differentiated than that of an algae. അപ്പോൾ ആൽഗയുടെ പ്ലാന്റ് ബോഡിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അതിനെ താലസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് താലസ് എന്ന് പറഞ്ഞാൽ? റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചർ, അതിനെയാണ് താലസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു പ്ലാന്റ് ബോഡി എന്ന് പറഞ്ഞാൽ അതിന് റൂട്ട് ഉണ്ടാവും, സ്റ്റെം ഉണ്ടാവും, ലീഫ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ബോഡി അല്ല. അപ്പോൾ അതാണ് ആൽഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനെ നമ്മൾ താലസ് എന്ന് വിളിച്ചു. എന്നാൽ ബ്രയോഫൈറ്റ്സിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ആൽഗയെക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് താലസ് എന്ന് തന്നെയാണ് പറയുന്നത്. ആൽഗയെ പോലെ താലസ് എന്ന് പറയും, പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ദ പ്ലാന്റ് ബോഡി ഓഫ് ബ്രയോഫൈറ്റ് ഈസ് മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ആൽഗെ. ഇറ്റ് ഈസ് താലസ് ലൈക്ക് ആൻഡ് പ്രോസ്ട്രേറ്റ് ഓർ ഇറക്റ്റ്. താലസ് പോലെ തന്നെ, താലസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, താലസ് പോലെ തന്നെ, പക്ഷേ ഒന്നുകിൽ പ്രോസ്ട്രേറ്റ് മീൻസ് ഇങ്ങനെ എന്താ പറയുക, മണ്ണിന് സമാനമായിട്ട്, അതായത് തറയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്നത്, അല്ലെങ്കിൽ ഇറക്റ്റ് ഫോം, നിവർന്നു പോകുന്നത്, ഓർ അറ്റാച്ച്ഡ് ടു ദ സബ്സ്ട്രേറ്റം ബൈ മീൻസ് ഓഫ് യൂണിസെല്ലാർ ഓർ മൾട്ടിസെല്ലാർ റൈസോയിഡ്സ്. ഇനി ഇത് എവിടെയാണോ വളരുന്നത്, ഇപ്പോൾ ചിലപ്പോൾ പാറയുടെ മുകളിലായിരിക്കും, ചിലപ്പോൾ മണ്ണിലായിരിക്കും, ചിലപ്പോൾ തടിക്കഷ്ണത്തിലായിരിക്കും, ഏതിലായാലും ആ വസ്തുവിൽ, അതിനെ നമ്മൾ സബ്സ്ട്രേറ്റം എന്നാണ് പറയുന്നത്, അതിൽ പറ്റിപ്പിടിച്ച് വളരാൻ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. റൂട്ടെന്ന് പറയില്ല, പക്ഷേ റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അതിനെ റൈസോയിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ദേ ലാക്ക് ട്രൂ റൂട്ട്സ്, സ്റ്റെം ഓർ ലീവ്സ്. യഥാർത്ഥ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലാന്റ് ബോഡിയെയാണ് നമ്മൾ താലസ് എന്ന് വിളിക്കുന്നത്. ഇനി ദ മെയിൻ പ്ലാന്റ് ബോഡി ഓഫ് ദ ബ്രയോഫൈറ്റ് ഈസ് ഹാപ്ലോയിഡ്. ഇറ്റ് പ്രൊഡ്യൂസസ് ഗ്യാമേറ്റ്സ്, ഹെൻസ് ഇറ്റ് ഈസ് കാൾഡ് എ ഗ്യാമറ്റോഫൈറ്റ്. ഇനി ഇതിൻ്റെ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത്
മെയിൻ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഒരു ഗ്യാമറ്റോഫൈറ്റ് ആണ്. കാരണം ആ മെയിൻ പ്ലാൻ ബോഡിക്കകത്തു നിന്ന് ഹാപ്ലോയിഡ് ഗ്യാമേറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ആയതുകൊണ്ടാണ് അതിനെ ഗ്യാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. മെയിൽ ഗ്യാമേറ്റ്സ് ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ഫ്യൂസ് ടു ഫോം സൈഗോട്ട്. സൈഗോട്ട് ഡു നോട്ട് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ. സാധാരണ നമ്മൾ പഠിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് മിയോസിസ് അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷന് വിധേയമായിട്ടാണ് അത് എംബ്രിയോ ആയിട്ട് മാറുന്നത്. സൈഗോട്ട് അണ്ടർഗോസ് റിഡക്ഷൻ ഡിവിഷൻ ആൻഡ് ഫോംസ് ദ എംബ്രിയോ. ബട്ട് ഇൻ ബ്രയോഫൈറ്റ്സ് ദ സൈഗോട്ട് ഡു നോട്ട് അണ്ടർഗോ റിഡക്ഷൻ ഡിവിഷൻ ഇമ്മീഡിയറ്റ്ലി. പക്ഷേ ബ്രയോഫൈറ്റ്സിൽ എന്ത് ചെയ്യില്ല, ഈ സൈഗോട്ട് ഉടൻ തന്നെ റിഡക്ഷൻ ഡിവിഷന് വിധേയമാകില്ല. ദേ പ്രൊഡ്യൂസ് എ മൾട്ടിസെല്ലാർ ബോഡി കാൾഡ് സ്പോറോഫൈറ്റ്. അപ്പോൾ ആ സൈഗോട്ടിൽ നിന്ന് എന്ത് ഉണ്ടാകുമെന്നറിയാവോ? ഒരു മൾട്ടി സെല്ലാർ ബോഡി, അതിനെ സ്പോറോഫൈറ്റ് എന്നാണ് വിളിക്കുന്നത്. The sporophyte is not free living but attached to the photosynthetic gametophyte and derive nourishment from it. ഇനി ഈ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഫ്രീ ലിവിങ് അല്ല, അത് നമ്മുടെ ഗ്യാമറ്റോഫൈറ്റുമായിട്ട് ചേർന്നാണ് കാണപ്പെടുന്നത്. എന്നിട്ട് ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ആണ്, അതിൽ നിന്ന് ഫുഡ് ഡിറൈവ് ചെയ്യും. Some cells of the sporophyte undergo reduction division to produce haploid spores. ഇനി ഈ സ്പോറോഫൈറ്റിനകത്തുള്ള ചില സെൽസ് എന്ത് ചെയ്യുന്നു? റിഡക്ഷൻ ഡിവിഷന് വിധേയമായിട്ട് ഹാപ്ലോയിഡ് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് സ്പോർട്സ് ജെർമിനേറ്റ് ടു പ്രൊഡ്യൂസ് ഗ്യാമറ്റോഫൈറ്റ്. ഇനി ഈ സ്പോറുകളാണ് ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും എന്തുണ്ടാകുന്നത്? ഗ്യാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. The sex organs in bryophytes are multicellular. The male sex organ is called antheridium. They produce biflagellate anthrozoids. അപ്പോൾ മെയിൽ സെക്സ് ഓർഗനെ വിളിക്കുന്നത് ആന്ത്രിഡിയം എന്നാണ്. They produce biflagellate anthrozoids. The female sex organ is called archegonium, which is flask shaped and produce a single egg. The anthrozoids are released into water where they come in contact with archegonium. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താവശ്യമാണ്? വെള്ളം ആവശ്യമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് അറിയാവോ? വാട്ടറിലേക്കാണ്. വേർ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് ആർക്കിഗോണിയം. ആൻ ആന്ത്രോസോയിഡ് ഫ്യൂസസ് വിത്ത് ദ എഗ് ടു പ്രൊഡ്യൂസ് സൈഗോട്ട്. ഇനി ആന്ത്രോസോയിഡ് എന്ത് ചെയ്യുന്നു? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് പ്രൊഡ്യൂസ് എ മൾട്ടിസെല്ലുലാർ സ്ട്രക്ചർ കാൾഡ് സ്പോറോഫൈറ്റ്. നേരത്തെ പറഞ്ഞില്ലേ. Then sporophyte undergo reduction division. Some cells of the sporophyte undergo reduction division and produce haploid spores. These spores are germinate to produce gametophyte. ഇനി അടുത്തത് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റുകളുടെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. Some mosses provide food for herbaceous mammals, birds and other animals. മോസസ് എന്ന് പറയുന്നത് ഈ ബ്രയോഫൈറ്റിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഇനി നമ്മൾ അതാണ് പഠിക്കുന്നത്. ബ്രയോഫൈറ്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ലിവർ വർട്ടുകളെന്നും മോസസ് എന്നും. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് അപ്പോഴും പറയാം. അപ്പോൾ ഈ മോസസ് എന്ന് പറയുന്നത് ചില മാമൽസിന്, അതുപോലെ ബേർഡ്സിന്, അതുപോലെ മറ്റുള്ള അനിമൽസിനൊക്കെ ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്പീഷീസ് ഓഫ് സ്ഫാഗ്നം എന്ന് പറയുന്നത് ഒരു മോസാണ്. പ്രൊവൈഡ് പീറ്റ് ദാറ്റ് ഹാവ് ലോങ് ബീൻ യൂസ്ഡ് ആസ് ഫ്യുവൽ. അത് ഉണങ്ങിക്കഴിയുമ്പോൾ, ഈ സ്ഫാഗ്നം എന്ന മോസ് ഉണങ്ങിക്കഴിയുമ്പോൾ അത് ഫ്യുവലായിട്ട് ഉപയോഗിക്കാം, ഇന്ധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ബിക്കോസ് ഓഫ് ദെയർ capacity to hold water, sphagnum is used as packing material for transshipment of living plants. അതുപോലെ തന്നെ ഇത് ഉണങ്ങാത്ത അവസ്ഥയിൽ, സ്ഫാഗ്നം ഉണങ്ങാത്ത അവസ്ഥയിൽ ഇതിന് എന്ത് പ്രത്യേകത ഉണ്ടെന്നറിയാവോ? വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് ഈ പ്ലാന്റ്സൊക്കെ നമ്മൾ
മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഇറക്കുമതി ചെയ്യത്തില്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ വെള്ളത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈർപ്പം നിലനിർത്താനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ സ്പാഗ്നത്തിനെ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് മോസസ് അലോങ് വിത്ത് ലൈക്കൻസ് ആർ ദ ഫസ്റ്റ് ഓർഗാനിസംസ് ടു കോളനൈസ് റോക്ക് ആൻഡ് ഹെൻസ് ആർ ഓഫ് ഗ്രേറ്റ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. ഈ മോസസും ലൈക്കനുമായിട്ട്, ലൈക്കൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ പാറയുടെ മുകളിലൊക്കെ ഇങ്ങനെ കോളനിയായിട്ട് കാണപ്പെടും. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണെന്നറിയോ? ദേ ഡീകമ്പോസ് റോക്സ് മേക്കിംഗ് ദ സബ്സ്ട്രേറ്റ് സ്യൂട്ടബിൾ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഹയർ പ്ലാന്റ്സ്. അപ്പോൾ ഇതിങ്ങനെ പാറമേലൊക്കെ വളർന്നിട്ട് ഇതെന്ത് ചെയ്യുന്നറിയാം, പാറയുടെ ഡീകമ്പോസിഷന് കാരണമാവും. എന്നിട്ട് അതിൻ്റെ പ്രതലം ഉണ്ടല്ലോ, നമുക്കറിയാം പാറപ്പുറത്തൊന്നും പിടിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദീർഘകാലം ഈ ലൈക്കനും മോസും കൂടെ ഇങ്ങനെ അവിടെ വളരുമ്പോഴത്തേക്ക് ഇത് പാറ പൊടിയുന്നതിന് കാരണം, പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാവും. അപ്പോൾ മണ്ണുണ്ടാകുമ്പോഴത്തേക്ക് മറ്റുള്ള സസ്യജാലങ്ങൾക്കും കൂടെ വളരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോസസ് ഫോം ഡെൻസ് മാറ്റ്സ് ഓൺ ദ സോയിൽ, ദേ റെഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫാളിംഗ് റെയിൻ ആൻഡ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. ഈ എന്താ പറയുക, മോസ് ഇങ്ങനെ വളർന്നിട്ട് ഒരു മാറ്റ് മാതിരി, മാറ്റെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു വിരി മാതിരി ഇങ്ങനെ ആവും. ആയിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് വെള്ളം, മഴവെള്ളം മണ്ണിൽ വീഴാതെ, അതുപോലെ സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് തടയാനും ഒക്കെ ആര് സഹായിക്കും? മോസസ് സഹായിക്കും. ഇനി നേരത്തെ പറഞ്ഞ നമ്മുടെ ക്ലാസിഫിക്കേഷനാണ്. ബ്രയോഫൈറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ലിവർ വർട്ട് ആൻഡ് മോസസസ്. അപ്പോൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ബ്രയോഫൈറ്റുകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ലിവർ വർട്ട് എന്നും മോസസ് എന്നും. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ലിവർ വർട്ടുകളാണ്. ദ ലിവർ വർട്ട്സ് ഗ്രോ യൂഷ്വലി ഇൻ മോയിസ്റ്റ് ഷെയ്ഡി ഹാബിറ്റാറ്റ് സച്ച് ആസ് ബാങ്ക്സ് ഓഫ് സ്ട്രീംസ്, മാർഷി ഗ്രൗണ്ട്, ഡാം സോയിൽ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ഡീപ്പ് ഇൻ ദ വുഡ്സ്. നേരത്തെ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആണ്, അല്ലെങ്കിൽ ഈർപ്പം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ലിവർ വർട്ട്സും എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? മോയിസ്റ്റ് ഷെയ്ഡി ഹാബിറ്റാറ്റ്, അതായത് നദിയുടെ തീരത്തോ അരുവികളുടെ കരയിലോ, എന്താണ് ഈ മരപ്പൊത്തൊക്കെ ഉണ്ടല്ലോ, നനഞ്ഞ തടികൾ, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് വളരുന്നത്. ദ പ്ലാന്റ് ബോഡി ഈസ് താലോയിഡ്. അറിയാലോ, താലോയിഡ് മീൻസ്, അതിന് എക്സാമ്പിൾ മാർക്കാൻഷ്യ എന്ന് പറയുന്ന ഒരു ലിവർ വർട്ടാണ്, മാർക്കാൻഷ്യ. ദ താലസ് ഈസ് ഡോർസി വെൻട്രൽ ആൻഡ് ക്ലോസ്ലി അപ്രസ്ഡ് ടു ദ സബ്സ്ട്രേറ്റം. അതായത് അകവും പുറവും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഡോർസി വെൻട്രൽ എന്ന് പറഞ്ഞാൽ അപ്പുറം അപ്പുറം നല്ലപോലെ തിരിച്ചറിയാൻ പറ്റുന്ന, അത് മണ്ണുമായിട്ട് ഇങ്ങനെ, തറയിലാണ് പറ്റിപ്പിടിച്ച് വളരുന്നതെങ്കിൽ ഒരു വശം മണ്ണുമായിട്ട് ഇങ്ങനെ ചേർന്ന് പോവും. The leafy members have tiny leaf-like appendages in 2 rows on the stem-like structure. Rhizoids are unicellular. ഇനി ചെറിയ ലീഫ് പോലെ, ലീഫി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ലീഫ് പോലത്തെ, ലീഫ് എന്ന് പറഞ്ഞുകൂടാ, ലീഫ് ലൈക്ക് അപ്പൻഡേജസ്, 2 വരി ലീഫ് ലൈക്ക് അപ്പൻഡേജസ് ഉണ്ട്. അതുപോലെ റൈസോയിഡ്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ, അതെന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആണ്. ഇനി ലിവർ വർട്ടുകളുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇൻ ലിവർ വർട്ട്സ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് താലസ്. ഫ്രാഗ്മെൻറ്റേഷൻ അറിയാലോ, താലസ് ബ്രേക്ക് ചെയ്ത് ആ ഓരോ പീസും എന്തായിട്ട് മാറും? പുതിയൊരു താലസായിട്ട് മാറും. ഇനി വേറൊരു തരത്തിലുള്ള റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈ എ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കാൾഡ് ജെമ്മ. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ജെമ്മ ആർ ഗ്രീൻ മൾട്ടിസെല്ലുലാർ അസെക്ഷൽ ബഡ്സ്. ജെമ്മ എന്ന് പറയുന്നത് ഗ്രീൻ multicellular asexual buds which develop in small receptacles called gemma cups located on the thalli. ഈ താലസിൽ തന്നെ ഉണ്ടാവുന്ന പച്ച നിറത്തിലുള്ള മൾട്ടിസെല്ലുലാർ അസെക്ഷൽ ബഡ്സ് ആണ് ജെമ്മ. ഇത് ഫോം ചെയ്യുന്ന റെസെപ്റ്റക്കിൾസിന് പറയുന്ന പേര് ജെമ്മ കപ്സ് എന്നാണ്, ജെമ്മ കപ്പ്.
The gem may become detached from the mother plant and germinate to form new individuals. ഇനി ഇത് ഒരു വളർച്ച എത്തുമ്പോൾ പേരൻ്റൽ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു പുതിയ ഇൻഡിവിജ്വലായിട്ട് മാറും. ഇനി അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. Male and female sex organs are produced either on the same or different thalli. The sporophyte is differentiated into a foot, seta and capsule. അപ്പോൾ സ്പോറോഫൈറ്റിനെ നമ്മൾ 3 ഭാഗങ്ങളായിട്ട് തിരിക്കും. ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. After meiosis, spores are produced within the capsule. The spores germinate to form free living gametophyte. ഈ ക്യാപ്സ്യൂളിനകത്താണ് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പോർട്സ് ജെർമിനേറ്റ് ചെയ്ത് ഗ്യാമറ്റോഫൈറ്റ് ആയിട്ട് മാറുക നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി കോമൺ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് റിക്സിയ, മാർക്കാൻഷ്യ. ഇത് 2 എക്സാമ്പിളാണ്, അത് അറിഞ്ഞിരിക്കുക. റിക്സിയ ആൻഡ് മാർക്കാൻഷ്യ ആർ കോമൺ എക്സാമ്പിൾസ് ഓഫ് ലിവർ വർട്ട്. ഇനി അടുത്തത് മോസസ് ആണ്. ലിവർ വർട്ട് ആൻഡ് മോസസ് എന്നല്ലേ പറഞ്ഞത്. ഇനി അതിൽ മോസസ് ആണ്. The predominant stage of the life cycle of a moss is the gametophyte, which consists of 2 stages. അപ്പോൾ ഒരു മോസിൻ്റെ പ്രിഡോമിനൻ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്ട്രക്ചർ, അതാണ് ഗ്യാമറ്റോഫൈറ്റ്. വിച്ച് കൺസിസ്റ്റ് ഓഫ് 2 stages. അതിൽ 2 ഘട്ടങ്ങളുണ്ട്. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദ പ്രോട്ടോണിമ സ്റ്റേജ് വിച്ച് ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം എ സ്പോർ. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറയും. അത് സ്പോറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഉണ്ടാകുന്നതാണ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദ പ്രോട്ടോണിമ സ്റ്റേജ് വിച്ച് ഡെവലപ്സ് ഡയറക്ട്ലി ഫ്രം എ സ്പോർ. ഇറ്റ് ഈസ് എ ക്രീപ്പിംഗ് ഗ്രീൻ ബ്രാഞ്ച്ഡ് ആൻഡ് ഫിലമെൻ്റസ് സ്റ്റേജ്. അതെന്ന് പറയുന്നത് തറയിൽ ഇങ്ങനെ ഇഴയുന്ന, ക്രീപ്പിംഗ് മീൻസ് തറയിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന പച്ച നിറത്തിലുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദ ലീഫി സ്റ്റേജ്. ഇനി രണ്ടാമത്തെ സ്റ്റേജിനെ ലീഫി സ്റ്റേജ് എന്ന് പറയും. വിച്ച് ഡെവലപ്സ് ഫ്രം ദ സെക്കൻഡറി പ്രോട്ടോണിമ ആസ് എ ലാറ്ററൽ ബഡ്. അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? വിച്ച് ഡെവലപ്സ് ഫ്രം എ സെക്കൻഡറി പ്രോട്ടോണിമ ആസ് എ ലാറ്ററൽ ബഡ്. ദേ കൺസിസ്റ്റ് ഓഫ് അപ്രൈറ്റ് സ്ലെൻഡർ ആക്സിസ് ബെയറിംഗ് സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ്. ഇനി അതിനകത്തൊരു ആക്സിസ് ഉണ്ടാവും. ആ ആക്സിസിൽ ഇങ്ങനെ സ്പൈറലി അറേഞ്ച്ഡ് ലീവ്സ് ഉണ്ടാവും. ലീവ്സ് എന്ന് പറഞ്ഞാൽ ലീവ്സ് ലൈക്ക് സ്ട്രക്ചർ. ദേ അറ്റാച്ച്ഡ് ടു സോയിൽ ത്രൂ മൾട്ടിസെല്ലർ ആൻഡ് ബ്രാഞ്ച്ഡ് റൈസോയിഡ്സ്. ദിസ് സ്റ്റേജ് ബെയേഴ്സ് ദ സെക്സ് ഓർഗൻസ്. ഇനി റീപ്രൊഡക്ഷനാണ്. മോസസിൻ്റെ റീപ്രൊഡക്ഷനാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് ബൈ മീൻസ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ബഡ്ഡിങ് ഇൻ ദ സെക്കൻഡറി പ്രോട്ടോണിമ. അപ്പോൾ സെക്കൻഡറി പ്രോട്ടോണിമ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതിനകത്ത് നടക്കുന്ന ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ബഡ്ഡിങ്, അതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, സെക്സ് ഓർഗൻസ് ആന്ത്രഡിയ ആൻഡ് ആർക്കിഗോണിയ. They produced at the apex of the leafy shoots. After fertilization, zygote develops into sporophyte consisting of foot, seta and capsule. The sporophyte in the mosses is more elaborate than that in liverworts. ഇനി ലിവർവർട്ടിലെ സ്പോറോഫൈറ്റിനേക്കാളും കുറച്ചുകൂടി ഇലാബറേറ്റഡ് ഫോമാണ് ഏതെന്ന് പറയുന്നത് മോസസിലെ സ്പോറോഫൈറ്റ്. The capsule contains spores. Spores are formed after meiosis. The mosses have an elaborate mechanism of spore disposal. ഇനി എക്സാമ്പിൾസ് ആണ്. 2 എക്സാമ്പിൾ അറിഞ്ഞിരിക്കുക. കോമൺ എക്സാമ്പിൾസ് ഓഫ് മോസസ് ആർ ഫ്യുനേറിയ, പോളിട്രൈക്കം ആൻഡ് സ്ഫാഗ്നം. ഓക്കെ, അപ്പോൾ ഇത്രയായപ്പോൾ ബ്രയോഫൈറ്റിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്ത ഗ്രൂപ്പ് പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയും. 3ാമത്തെ ഗ്രൂപ്പ് പ്ലാന്റ്സ് ടെറിഡോഫൈറ്റ്സ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.